ഇന്ന് നമ്മളിവിടെ ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതായത് പച്ചച്ചാള വറുത്ത് ചമ്മന്തി പൊടിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെറിയ ചാളയാണ് എടുത്തിരിക്കുന്നത്. ചില നാട്ടിലൊക്കെ മത്തി എന്നതിന് പറയും, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചാള എന്നാണ് പറയുന്നത്. ഇത് നല്ല രീതിയിൽ വെട്ടി കഴുകി എടുത്തിരിക്കുകയാണ്. ചെറിയ ചാള എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുള്ളിനൊന്നും കട്ടിയില്ലല്ലോ, അന്നേരം നമുക്കത് കഴിക്കാനും ടേസ്റ്റാ. കഴിക്കാനും ചമ്മന്തി പൊടിക്കുമ്പോൾ മുള്ളൊന്നും നമുക്ക് തോനെ വരത്തില്ല. പക്ഷെ വലിയ ചാളയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ഇതിനിപ്പം വെട്ടി കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി വരഞ്ഞ് ഇതിനകത്ത് അരപ്പ് ചേർത്ത് വറുത്തെടുക്കണം. മീൻ വറുക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഉലുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ മീനിലേക്ക് ഇളക്കി ചേർക്കാവുന്നതാണ്. അരപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരിക്കാം. ഇതിനകത്ത് അരപ്പെല്ലാം ചുവ പിടിക്കാൻ വേണ്ടിയാണ്. ഇതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഈ ചാളച്ചമ്മന്തിക്കായിട്ടുള്ള ചാള അരപ്പ് ചേർത്ത് വറുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം ആണ് നമ്മൾ ചമ്മന്തി പൊടിക്കുന്നത്. ഇത് ഇളപ്പിലേക്ക് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങയൊക്കെ തിരികൊണ്ട് പോകാം. ഈ ചാളച്ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇച്ചിരി ലേശം എണ്ണ ഒഴിച്ച് ഇട്ട് വേണം തേങ്ങ മൂപ്പിക്കാൻ. അന്നേരം തേങ്ങ കൂടുതൽ കരിയത്തില്ല, നല്ല രീതിയിൽ മൂത്ത് വരും. അതിനുവേണ്ടി എണ്ണ ചൂടാക്കുവാണ്. ഇതിലേക്ക് തേങ്ങ ഇടാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് മൂപ്പിക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂക്കണം. അപ്പോഴേ നമുക്കിത് നല്ല കരുവത്തിന് കിട്ടത്തുള്ളൂ. ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിലിടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത്രയും സമയം പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചതിന് ശേഷം മൂത്ത് വരുമ്പോഴാണ് ലോ ഫ്ലെയിമിലാക്കുന്നത്. അധികം ഒന്ന് മൂത്ത് പോകാൻ പാടില്ല. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങ മൂപ്പിക്കുന്നതിനകത്ത് 3-4 ഉള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇടേണ്ടതാണ്. ഏകദേശം തേങ്ങ നമ്മുടെ പരുവായി വരുന്നുണ്ട്. ഈ ഉള്ളിയും തേങ്ങയും കൂടെ നല്ലോണം മൂത്ത് വരണം. ഉള്ളി നല്ലോണം ഒന്ന് മൂക്കണം ഇതിനകത്ത് കിടന്ന്. കാര്യം നമുക്ക് ഈ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ കുറേ ദിവസം വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഉള്ളി നല്ല രീതിയിൽ മൂക്കുന്നത്. നമ്മൾ അന്നത്തെ ആവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഉള്ളി എത്രത്തോളം മൂക്കുന്ന അത്രയും നല്ലതാണ്. ഇതിനകത്ത് ഞാൻ കൂടുതൽ മുളക് പൊടിയെക്കാട്ടി കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ തേങ്ങ മൂപ്പിക്കുന്നതിനകത്ത് അവസാനം നമ്മൾ ഈ മൂപ്പിച്ച് വറുത്തെടുത്ത ചാള കൂടി ഒന്നിട്ട് ഇളക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ചാള വറുത്തപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എങ്കിൽ തന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് ഒരു ചെറിയൊരുണ്ട പുളിയുണ്ട ചേർത്താണ് ഈ ചമ്മന്തി പൊടിച്ചെടുക്കുന്നത്. നമ്മുടെ ചാള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല മണവുമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ മീനൊക്കെ കിട്ടാത്ത അവസരങ്ങളിൽ ഇത് വറുത്ത് പൊടിച്ചായതുകൊണ്ട് നമുക്ക് ടിന്നിനകത്താക്കി എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ എടുക്കാവുന്നതാണ്. നമ്മൾ മീനൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ തോനെയുള്ള സമയത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് മീനില്ലാത്തപ്പം നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാവുന്നതാണ്. മീൻ കറിയെക്കാട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആളുകൾക്ക് കൊടുത്തയക്കാവുന്നതാണ്. അവർക്ക് മീൻ കിട്ടിയില്ലേലും ഇതും കൂട്ടി നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ പറ്റുന്നതാണ്.